അപ്പോൾ ഇന്ന് ഇതേ സ്കൂളൊക്കെ അടച്ചു കേട്ടോ. മൂത്താളുടെ സ്കൂളൊക്കെ അടച്ചിട്ട് ഇതേ ചേട്ടനെ വിളിക്കാൻ വേണ്ടി അനിയൻ പോയതാണ്. അപ്പോൾ ഇതേ സ്കൂളൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ആൾ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒടുക്കത്തെ തണുപ്പാണ്. ഈ തണുപ്പത്തേക്കൂടെ നടന്ന് പോകുന്നതിനാണെന്ന് വെച്ചാൽ ഒരു സർപ്രൈസിന് വേണ്ടിയിട്ടാണ്. സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് ആകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ സർപ്രൈസായിട്ട് പിള്ളേർക്കും ചെയ്യുമ്പോനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകണമെന്നുണ്ട്. പക്ഷെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്, ഒരാൾ മാത്രമേ ഉള്ളൂ. അവന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ സർപ്രൈസ് ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ജയ്മോൻ ജോലിക്ക് പോയ സമയത്ത് ഞാൻ നടന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഈ തണുപ്പത്ത്. അയ്യോ, ഭയങ്കര തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് സർപ്രൈസൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് നടക്കേണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോയും ഫോട്ടോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിച്ചത്. എല്ലാവർക്കും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാർഡിൽ എല്ലാ വർഷവും ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈക്വൽ ചെയ്ത് പൈസ തരും കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്ചാർജ് ആയി പോണ പേഷ്യൻസ് അങ്ങനെയൊക്കെ ഉള്ളവർ നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് തന്നിട്ട് പോകും കേട്ടോ. 10 രൂപയോ 15 രൂപയോ ചിലപ്പോൾ 5 രൂപയോ അങ്ങനെയൊക്കെ തന്നിട്ട് പോകും. അപ്പോൾ ആ തന്നിട്ട് വന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒരു വർഷത്തെ അവർ കൂട്ടി വെച്ചിട്ട് നമുക്ക് എത്ര പൈസയുണ്ടോ എത്ര സ്റ്റാഫ്മാരുണ്ടോ അത്രയും നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിസംബറിൽ നമുക്ക് ക്രിസ്മസിന് തരും. അപ്പോൾ ക്രിസ്മസിന് തരും. അപ്പോൾ അങ്ങനെ എനിക്കൊരു ചെറിയൊരു പൈസ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിന് ജയ്മോനും പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ മനസ്സിലായിട്ട് ചെറിയ ചെറിയ ക്രിസ്മസ് ഗിഫ്റ്റുകൾ. അപ്പോൾ ഞങ്ങളിത് കുറേ നാളെത്തിയാണ് നടക്കണത് കേട്ടോ. നമ്മൾ സമ്മറിലാണ് നടന്നിട്ടുണ്ട്, പിന്നെ വിൻ്ററിൽ നടക്കലും കാര്യങ്ങളും പോസിബിൾ അല്ലല്ലോ. നമ്മൾ സമ്മറിൽ നടന്നിരുന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നടക്കുമ്പോൾ എന്താ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ലൈറ്റും സ്റ്റാറും എല്ലാം ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നടക്കാൻ നല്ല സുഖം. പക്ഷെ തണുപ്പത്തും വലിയ സുഖമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി സർപ്രൈസ് ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇനി അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ഞാൻ വിചാരിച്ചെങ്കിൽ ട്രീയുടെ അടിയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ട്രീയുടെ അടിയിൽ ഞാൻ വേറെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും. അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും പിള്ളേർ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഗിഫ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാകുമോ ഈ ഗിഫ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് സർപ്രൈസായിട്ട് അതിൻ്റെ അടിയിൽ തന്നെ വെച്ചുകൊണ്ട് ഇന്ന് അതിൻ്റെ അടിയിൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയാമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ജയ്മോന് വാങ്ങിച്ചിരിക്കുന്ന ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇന്നൊരു ബാഗാണ് ഞാൻ ജയ്മോന് വാങ്ങിച്ചത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗ് കുറച്ച് കംപ്ലയിൻ്റ് ആയിട്ടോ. കുറേ നാളെത്തിയപ്പോൾ കുറച്ച് കംപ്ലയിൻ്റ് ആയി. പിന്നെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പറ്റിയില്ല. ഞാൻ വേറെ എന്തോ ഡ്രസ്സ് എന്തോ ആയിട്ട് വാങ്ങിച്ചു കൊടുത്തു. ബാഗ് വാങ്ങിക്കാൻ എന്നെ കൂടെ പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ ഈ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ കടയിൽ ചെന്നപ്പോൾ ഇങ്ങനെ ബാഗ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ബാഗ് വാങ്ങിക്കാം. ഇതൊരു വാങ്ങിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടേക്കണ ഒരു ലിസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ജയ്മോന് ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഞാൻ ടോയ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നു ആദ്യം. കാരണം അവർക്ക് ടോയ്സിനോടാണല്ലോ താല്പര്യം. പക്ഷേ പിന്നെ 2 ദിവസം മുമ്പായിരുന്നു ചെറുതിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേ വന്ന സമയത്ത് ഗസ്റ്റ് എല്ലാവരും വന്നവരൊക്കെ ടോയ്സ് കൊടുത്തണം. അതുകൊണ്ട് ടോയ്സ് അവർക്ക് ഇപ്പം ആവശ്യത്തിൽ കൂടുതലായതുകൊണ്ട് ഇന്ന ടോയ്സ് വേണം, ഇന്ന ടോയ് വേണം എന്നുള്ളൊരു ഇത് അവർക്കില്ല കേട്ടോ. ഇപ്പം അവർ വിചാരിച്ച എല്ലാ ടോയ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ചോദിച്ചാൽ ടോയ് വേണ്ട, ഇവർക്ക് ഡ്രസ്സ് വാങ്ങിക്കാം. കാരണം ഇവർ ഓരോ മാസം ഒരു പൊക്കം വെച്ച് വളരെയാണല്ലോ ഇപ്പം. അപ്പോൾ ഓരോ മാസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കേണ്ടി വരികയാണ്. പിന്നെ ഈ കിൻഡർ ഗാർഡനിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇവിടെ കളർ ഡ്രസ്സല്ലേ, നമുക്ക് യൂണിഫോം ഇല്ലല്ലോ. അപ്പോൾ എന്നും പോയി എന്തെങ്കിലുമൊക്കെ ചീത്തയാക്കി കീറിയൊക്കെ കളഞ്ഞുകൊണ്ട് വരും. ഈ താഴെ കിടന്ന് കളിച്ചും മണ്ണിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ കീറിയൊക്കെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഡ്രസ്സിൻ്റെ ഒരു കുറവുകൊണ്ട് ഞാൻ വെച്ചാൽ ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു. അവർക്ക് വലിയ ഇതൊന്നും ആവില്ലായിരിക്കും. ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഈ ടോയ്സൊക്കെ ആയാലല്ലേ വലിയ വാവൊക്കെ തോന്നുള്ളൂ. എന്നാലും അവർക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ ഇത് 2 പേർക്കുള്ള ഡ്രസ്സ്, ഇത് ചെറുതിനുള്ള ഡ്രസ്സും ഇങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ അവർക്ക് 3 പേർക്ക് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഞാൻ അത് ട്രീയുടെ അടിയിൽ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ എന്ന് ഇവർ ഈ ട്രീയുടെ ലൈറ്റ് ഇടാൻ വന്നത് മൂത്ത ആളാണ് കേട്ടോ. അപ്പോൾ മൂത്ത ആൾ എന്ന് വരുമ്പോഴും ചോദിക്കും, അവനറിയാം ഞാൻ വെറുതെ ചോദിക്കാൻ താമാന്ന് പറയുന്നത് എന്നും ചോദിക്കും താഴെ ഗിഫ്റ്റ് എന്തെങ്കിലും നമുക്ക് എടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ആൾ ട്രീക്ക് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഗിഫ്റ്റ് നമുക്കുള്ളതല്ലല്ലോ എന്ന് പറയും. ഇത് നമ്മൾ വെറുതെ ഗിഫ്റ്റ് ഒന്നുമല്ലല്ലോ, നമ്മൾ വെറുതെ റാപ്പ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചിട്ട് വൈകിട്ട് രാത്രി ഇപ്പോൾ ആൾക്കാണെങ്കിൽ വെക്കേഷനും ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന്
ആൾക്ക് സർപ്രൈസ് ആയിട്ട് അവിടെ ഗിഫ്റ്റ് ഉണ്ട് എടുത്തോന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞു വെച്ചേക്ക്. ആളല്ലാണ്ട് അപ്പന് വേറെ എന്തോ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ജെയ്മോൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൾ എനിക്ക് ക്രിസ്മസ് ആകുമ്പോൾ ഇന്നത് വാങ്ങിച്ചു തരണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ആൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു കാര്യം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് സെറ്റാക്കി എങ്ങനെ വെക്കാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ 3 പേരെ ഞാൻ അവിടെ TV കാണാൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണ്. ഏത് നിമിഷം ഇറങ്ങിപ്പോരും. അപ്പോൾ അതിനുള്ളിൽ ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഞാനുണ്ടല്ലോ ആ ട്രീയുടെ അടിയിൽ വെച്ച് ആ ഗിഫ്റ്റ് ബോക്സ് തന്നെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുമെന്ന് നോക്കിയാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു ഇതാവുമല്ലോ. ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നോ എന്നോട് ഇരുന്നിട്ട് അങ്ങനത്തെ ഒരു ഇത് വരുമല്ലോ. അപ്പോൾ ഞാൻ അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട. പറഞ്ഞില്ല 5 മിനിറ്റ് കൂടുതൽ ഇവർ ഇരിക്കില്ല. അതിനുള്ളിൽ ചാടുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. ഒരാൾ ചാടി പോന്നിട്ടുണ്ട് കേട്ടോ. TV കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ചാടി പോന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഇപ്പം തന്നെ വേഗം ജോലിയും കഴിഞ്ഞ് വരും. അപ്പം ഞാൻ വേഗം ഞാനിത് പാക്ക് ചെയ്ത് വെക്കട്ടെ. ഇപ്പം തന്നെ കിള്ളി പൊളിച്ച് കളയാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പാക്ക് ചെയ്ത് വേഗം ട്രീയുടെ അടിയിൽ കൊടുന്ന് വെക്കട്ടെ. ഒരാൾ ചെയ്തിട്ട് ഇനി അടുത്ത ആൾക്കാർ എന്നേലും മുമ്പ്. അപ്പം ഞാൻ മുമ്പ് ഇരുന്ന പോലെ തന്നെ ആ ഗിഫ്റ്റിൻ്റെ ഉള്ളിൽ പിള്ളേരുടെ 3 പേരുടെയും ഗിഫ്റ്റാക്കി ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ എഴുന്നേറ്റ് വന്നതേ ഈ മുറിയിലേക്ക് അങ്ങനെ അധികം കൊണ്ടുവരലില്ലായിരുന്നു. ഇയാൾ എഴുന്നേറ്റ് വന്ന് പുൽക്കൂടൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ 4 പേർക്കുള്ള ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ട്രേയുടെ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ജെയ്മോൻ ജോലി കഴിഞ്ഞ് വരാനായിട്ട് ഇപ്പോൾ 7 മണി, അരമണിക്കൂറും കൂടി ഉണ്ട്. 7:30 ആകുമ്പോഴേക്കും ജെയ്മോൻ ജോലി കഴിഞ്ഞ് വരും. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാട്ടോ എന്താവും എങ്ങനെയാവും എന്നുള്ളത് നോക്കട്ടെ. ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്തു ഗൈസ്. ഗിഫ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടെ വലിച്ചു പറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം കൂടെ വലിച്ചു കാരണം ഇവർ എടുക്കലും പൊളിക്കലും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ തന്നെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലുള്ളൊക്കെ ബൈ.